എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ അതായത് ജൂലൈ 16-ാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 17-ാം തീയതി വരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള കോളേജുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്നാണ് ഈ ഒരു വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെന്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്, അതായത് ജൂലൈ 15-ാം തീയതിയാണ്. അപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നിലവിൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നിലവിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഷെഡ്യൂൾ പ്രകാരം പറഞ്ഞിട്ടുള്ളത്, വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 14-ാം തീയതിയാണ്. അത് വന്നിട്ടുണ്ട് ഓൾറെഡി. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് അഡ്മിഷൻ ഫീസ്, അത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്, അതായത് ജൂലൈ 15-ാം തീയതിയാണ്. അതുപോലെ അഡ്മിഷൻ നേടാനുള്ള അവസാന തീയതി ജൂലൈ 16 മുതൽ 17-ാം തീയതി വരെയാണ് അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ്. അപ്പോൾ ഇതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിലവിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, തേർഡ് അലോട്ട്മെന്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് പെർമനന്റ് അഡ്മിഷൻ നേടാനുള്ള സൗകര്യമാണുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടമാവുന്നതായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആദ്യം തന്നെ നമുക്ക് അലോട്ട്മെന്റ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫീ പേയ്മെന്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫീ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെ അടക്കണമെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ 1035 രൂപ ആണ് ഫീസ് വരുന്നത്, യൂണിവേഴ്സിറ്റി ഫീസ്. പിന്നെ SC/ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ 960 രൂപയാണ് വരിക. നിങ്ങൾ ഇതിനു മുമ്പ് ഫസ്റ്റ് അലോട്ട്മെന്റിലോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടി ഈ ഒരു ഫീസ് നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വീണ്ടും അടക്കേണ്ട ആവശ്യമില്ല. ഒരു വിദ്യാർത്ഥി ഒരു തവണ മാത്രമേ യൂണിവേഴ്സിറ്റി ഫീസ് അടക്കേണ്ടതുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ സമയത്തോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ സമയത്തോ ഈ ഒരു ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു ഫീസ് അടക്കേണ്ടതില്ല. എന്നാൽ ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാത്തവർ, അതുപോലെ തന്നെ ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടിയവർ, അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഈ ഒരു ഫീസ് അടക്കാത്തവർ, അലോട്ട്മെന്റ് കിട്ടിയിട്ട് ഫീസ് അടക്കാത്തവർ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് ഈ ഒരു ഫീസ് അടക്കേണ്ടതായിട്ടുള്ളത്. അതായത് ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടാവും, അതുപോലെ ഇതുവരെ ഈ യൂണിവേഴ്സിറ്റി ഫീസ് അലോട്ട്മെന്റ് കിട്ടിയിട്ട് അടക്കാത്ത വിദ്യാർത്ഥികളും, അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് ഈ ഒരു ഫീസ് അടക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫീസ് ഒറ്റത്തവണ ഒരു വിദ്യാർത്ഥി ഒരു പ്രാവശ്യം അടക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് ഈ ഒരു പൈസ റീഫണ്ട് കിട്ടുമോ എന്നുള്ളത്. റീഫണ്ട് കിട്ടത്തില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെന്റ് പരിശോധിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ admissions.kannur.ac.in/FRYUGADM2026/index.php എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും അഡ്മിഷൻ ടു FIUGP ഇൻ കോളേജസ് ആൻഡ് FIIMB ഇൻ യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ് 2026 എന്ന് പറഞ്ഞു, ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ്സ് 2026 എന്ന് കാണാം. അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ എൻ്റർ വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള ഇവിടെ കാണുന്ന നമ്പേഴ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും നമ്പർ ആയിരിക്കും കാണുക. അപ്പോൾ അതെന്താണ് കാണുന്നത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. പ്രൊഫൈൽ പേജിൽ പോയി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, അതായത് തേർഡ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് എന്നെങ്കിൽ ആ ലോഗിൻ ചെയ്ത മെനു ബാറിലും അലോട്ട്മെന്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് അലോട്ട്മെന്റ് പേജിലേക്കാണ് പോവുക. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തേർഡ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ തേർഡ് അലോട്ട്മെന്റിന്റെ അവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെന്റ് പുതിയൊരു കോളേജിലേക്കോ അല്ലെങ്കിൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് കാണിക്കും. അതായത് നേരത്തെ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് ആയിട്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ നേടിയതുകൊണ്ട് പിന്നീട് തേർഡ് അലോട്ട്മെന്റ് വന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുന്നതുകൊണ്ടാണ് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് കാണിക്കുന്നത്. അതുപോലെ ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടിയവർക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്നാണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെന്റ് എന്നായിരിക്കും ഉണ്ടാവുക. അതായത് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്നുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടിയവർ, അതായത് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഇതുവരെ യൂണിവേഴ്സിറ്റി ഫീസ് അടക്കാത്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവിടെ ക്ലിക്ക് ഹിയർ ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നേരെ അടുത്ത പേജിൽ നിങ്ങൾക്ക് SBI ePay എന്നുള്ള ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ടാവും. പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് വെച്ചാൽ ജസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു സംവിധാനം, അതായത് പേയ്മെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻ്റർഫേസ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ബാങ്ക് അക്കൗണ്ടിൽ
ആണ് നിങ്ങളുടെ, അതായത് ഏത് ബാങ്കിലാണ് അക്കൗണ്ട് എങ്കിലും SBI ഇ-പേ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് SBI ഇ-പേ വഴി പേയ്മെൻറ്റ് ചെയ്യാൻ SBIയിൽ അക്കൗണ്ട് വേണമെന്നുള്ളത്. ഒരിക്കലും അങ്ങനെ വേണ്ട. ഏത് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഗേറ്റ്വേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പേ നൗ ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരെ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കോ UPI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടി വിദ്യാർത്ഥികൾക്ക് അവിടെ ആ ഒരു സീറ്റ് കൺഫേം ആയി. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ അലോട്ട്മെൻറ്റ് മെമ്മോ വന്നിട്ടുണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ അതുപോലെ നിങ്ങളുടെ പ്രൊഫൈൽ ഈ ഒരു ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതിന് ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി ഇതിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് ഏതാണോ ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓൾറെഡി നേരത്തെ ഫീസൊക്കെ അടച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രൊഫൈൽ വന്നിട്ടുണ്ടാകും. അത് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ പ്രിൻ്റ് എടുത്ത് വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2-3 എക്സ്ട്രാ പ്രിൻ്റ് എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക അലോട്ട്മെൻറ്റ് മെമ്മോയുടേത്. കാരണം നിങ്ങൾക്ക് പിന്നീട് വല്ല സ്കോളർഷിപ്പിനോ മറ്റോ അപ്ലൈ ചെയ്യണമെങ്കിൽ അത് ആവശ്യമായിട്ട് വരുന്നതാണ്. പിന്നീട് വെബ്സൈറ്റിൽ ചിലപ്പോൾ അത് കിട്ടാതെ, ലിങ്ക് കിട്ടാതെ ഒക്കെ വരും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു 2-3 കോപ്പി എക്സ്ട്രാ എടുത്ത് വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക അലോട്ട്മെൻറ്റ് മെമ്മോയുടേത്. അതുപോലെ തന്നെ അതിനുശേഷം വിദ്യാർത്ഥികൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം എവിടെയാണോ കിട്ടിയത് അവിടെ പോയിട്ട് അഡ്മിഷൻ നേടുക. ചില വിദ്യാർത്ഥികൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്ന് കാണുന്നവർ നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ എവിടെയാണോ ടെമ്പററി അഡ്മിഷൻ നേടിയത് ആ ഒരു കോളേജിൽ പോയിട്ട് ഫീസ് അടച്ച് നിങ്ങളുടെ അഡ്മിഷൻ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുക. ഇനി ചില വിദ്യാർത്ഥികളുടേത് ഇപ്പോൾ ആദ്യമായിട്ട് കിട്ടിയ അലോട്ട്മെൻറ്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു കോളേജിൽ പോയിട്ട് ഫീസ് അടച്ച് നിങ്ങളുടെ സീറ്റ് അവിടെ കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൺഫേം ചെയ്യാന്ന് വെച്ചാൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന് ശേഷം പിന്നീട് ഫോർത്ത് അലോട്ട്മെൻറ്റ് ഉണ്ടാകും. ഫോർത്ത് അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ സീറ്റ് വാക്കൻസി ഉണ്ടെങ്കിൽ ഫോർത്ത് അലോട്ട്മെൻറ്റ് ഉണ്ടാകും. അതല്ലെങ്കിൽ SC/ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ ആണ് അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. SC/ST PWD എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക എങ്കിലും ആ ഒരു അലോട്ട്മെൻറ്റിൽ ഫോർത്ത് അലോട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അലോട്ട്മെൻറ്റ് നടത്താറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും പിന്നീട് വരുന്ന ആ ഒരു അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൊടുത്തുകൊണ്ട് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ തന്നെ മതി എന്നുള്ളവർ ഹയർ ഓപ്ഷൻസ് വേണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലെ മെനു ബാറിൽ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവിടെ വേണ്ടത് ഹയർ ഓപ്ഷൻസ് ഏതൊക്കെയാണോ അതിനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരത്തിനാവും ഈ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതും നാളെയും മറ്റന്നാളുമായിട്ട്, അത് ജൂലൈ 16-17 തീയതികളായിട്ട് പോയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.